നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ചും പറയേണ്ടി വരാറില്ലേ? അങ്ങനെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെ നമ്മൾ വിൽ യൂസ് ചെയ്താൽ മതി അല്ലേ? പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ചിലപ്പോൾ നമ്മൾ വെറുതെ വിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ചിലപ്പോൾ വിൽ ബി കൂടെ പറയാറുണ്ട്. വേറെ ചില സെന്റൻസസിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ വിൽ ഹാവ് എന്ന് പറയും. വേറെ ചിലതിൽ വിൽ ഹാവ് ബീൻ, ഇത്രയും വരാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇത് ഓരോന്നും ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ആയി പക്ഷെ വളരെ ഈസി ആയി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ ഞാൻ ഇന്നും ഈ വീഡിയോൻ്റെ അവസാനം ഒരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ ലെസൺ നന്നായിട്ട് കാണൂ, കണ്ട് മനസ്സിലാക്കൂ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഫ്യൂച്ചർ ടെൻസ് തന്നെ 4 തരത്തിൽ വരും. നമുക്ക് ആദ്യം ഏറ്റവും ഈസി ആയിട്ടുള്ളത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എനിക്ക് പറയണം, ഞാൻ പോകും. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഐ വിൽ ഗോ. ഇനി അവൾ വരും, ഷീ ആണ്. ഷീ വിൽ കം. അവര് വാങ്ങും, എന്തോ ആയിക്കോട്ടെ, അവര് വാങ്ങും. അപ്പോൾ ദേ വെച്ച് തുടങ്ങണം. ദേ വിൽ ബൈ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യും, വരും, പോകും, വാങ്ങും എന്നൊക്കെ പറയുകയാണ് ഇവിടെ നമ്മൾ ചെയ്തത് അല്ലേ? ഈ ഒരു ടെൻസിന് നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയത് ഐ വിൽ ഗോ, ഷീ വിൽ കം എന്നൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അവിടെ ഒന്ന് ചുരുക്കിയാണ് പറയുക. അപ്പൊ അവിടെ ഐ വിൽ ഗോ, ഷീൽ കം, they'll buy എന്നൊക്കെയാണ് പറയുക. they will buy എന്ന് പറയണ്ട, they'll buy, she'll, I'll, he'll എന്നൊക്കെയാണ് പറയേണ്ടത് കേട്ടോ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ പോകും എന്നുള്ളതിന് I'll go. ഞാൻ പോകില്ല എന്ന് പറയാനോ I will not go. അപ്പൊ നോട്ട് ചേർക്കണം will കഴിഞ്ഞിട്ട്. I will not go. ഇനി അവള് വരില്ല, she will not come. അപ്പൊ ഇത് നമുക്ക് ചുരുക്കി പറയണമല്ലോ. ഇതുപോലെ നീളത്തില് ഷീ വിൽ നോട്ട് കം എന്നൊന്നും നമ്മൾ പറയില്ല. അപ്പൊ അവിടെ എങ്ങനെ പറയാ? ഐ വോണ്ട് ഗോ. വിൽ നോട്ട് ആണ് വോണ്ട് ആവുന്നത്. അപ്പോൾ ഐ വോണ്ട് ഗോ, ഷീ വോണ്ട് കം. മനസ്സിലായോ? വിൽ നോട്ട് എന്നുള്ളതിന് പകരം വോണ്ട് എന്ന് പറഞ്ഞാൽ മതി. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. WON''T, അതാണ് വോണ്ട്. ഈ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിൽ ഇങ്ങനെ നടക്കും എന്ന് പറയാനാണ്. ഇപ്പൊ നമുക്ക് പറയണം, നാളെ രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കും. അപ്പൊ അവിടെ ദ സൺ വിൽ റൈസ് at 6 AM tomorrow എന്ന് പറയാം. ദ സൺ വിൽ റൈസ്, ഉദിക്കുക എന്നുള്ളതിനാണ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സൺ വിൽ റൈസ് at 6 AM tomorrow. ഇനി എനിക്ക് പറയേണ്ടത്, റിയയ്ക്ക് അടുത്ത ജൂണിൽ 5 വയസ്സാകും. അപ്പോൾ ഒരാൾക്ക് ഇത്ര വയസ്സാകും എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ആ വയസ്സ്, പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടേൺ എന്നൊരു വാക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, റിയ വിൽ ടേൺ 5 നെക്സ്റ്റ് ജൂൺ. റിയ വിൽ ടേൺ 5 നെക്സ്റ്റ് ജൂൺ. അവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് അടുത്ത ജൂണിൽ എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഷി വിൽ ടേൺ 5 ഇൻ നെക്സ്റ്റ് ജൂൺ എന്ന് പറയണ്ട കേട്ടോ. ഇൻ വേണ്ട, വെറുതെ നെക്സ്റ്റ് ജൂൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ റിയ വിൽ ടേൺ എന്നല്ല ഞാൻ പറഞ്ഞത്, ആ പ്രായമാകും എന്ന് പറയാൻ. അതിന് പകരം വേണമെങ്കിൽ എനിക്കിങ്ങനെ പറയാം, റിയ വിൽ ബി 5 നെക്സ്റ്റ് ജൂൺ. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ എന്താണ് വിൽ കഴിഞ്ഞു വന്ന വേർബ് എന്ന്? രണ്ടാമത്തെ സെന്റൻസിൽ വിൽ ബി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ ബി വന്നത്? എനിക്ക് പറയേണ്ടത് റിയയ്ക്ക് ഈ പ്രായമാകും എന്നല്ലേ. ആവുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർബാണ് ബി. ഇപ്പൊ പാട്ട് പാടുക എന്നുള്ളതിന് സിംഗ് എന്ന് പറയും, പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി എന്ന് പറയും, കളിക്കുക പ്ലേ ആണെങ്കിൽ ആവുക എന്നുള്ളതിന് ബി എന്ന വേർബാണ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ നമുക്ക് വിൽ ബി എന്ന് കിട്ടിയത്. മനസ്സിലായോ? ഇതേപോലെ തന്നെ വേറൊരു സെന്റൻസ് കൂടെ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് പറയണം, അടുത്ത വർഷത്തെ ഓണം വെള്ളിയാഴ്ചയാണ് എന്നെനിക്ക് പറയണം. അതായത് വെള്ളിയാഴ്ച ആയിട്ടാണ് ഓണം വരിക എന്നാണ് പറയേണ്ടത് കേട്ടോ. അവിടെ എനിക്ക് പറയാം, നെക്സ്റ്റ് ഇയർ ഓണം വിൽ ഫോൾ ഓൺ എ ഫ്രൈഡേ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഓണം വെള്ളിയാഴ്ചയാണ് വരിക എന്നുള്ളതിന് ഓണം വിൽ ഫോൾ ഓൺ എ ഫ്രൈഡേ എന്ന് പറഞ്ഞു. അതിന് പകരം ഓണം വെള്ളിയാഴ്ച ആയിരിക്കും എന്നുള്ള അർത്ഥം കിട്ടാൻ നെക്സ്റ്റ് ഇയർ ഓണം വിൽ ബി ഓൺ എ ഫ്രൈഡേ എന്ന് പറയാലോ. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ വിൽ ഫോൾ എന്ന് പറഞ്ഞു, അടുത്തതിൽ വിൽ ബി എന്ന് പറഞ്ഞു. അപ്പൊ വിൽ കഴിഞ്ഞ് ആദ്യം ഫോൾ എന്ന വേർബ് വന്നില്ലേ, അതേപോലെ ഇവിടെ
വിൽ കഴിഞ്ഞ് ബി എന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചില സെന്റൻസസിൽ നമ്മളിങ്ങനെ വിൽ കഴിഞ്ഞ് ബി കാണുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ആകും, അങ്ങനെ വരും എന്നൊക്കെ പറയാൻ നമ്മൾ വിൽ ബി ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിളൂടെ പറയാം. ഞാൻ പറയാണ്, ഒരു നാൾ ജിം ഒരു ഗായകനാവും. ഇവിടെ ഞാനൊരു കാര്യം പ്രിഡിക്റ്റ് ചെയ്യാണ്, പ്രവചിക്കുകയാണ്, ഇങ്ങനെ സംഭവിക്കും എന്ന് മുൻകൂട്ടി പറയാണ് അല്ലെ. ചിലപ്പോൾ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ഇവന് പാട്ടിൽ നല്ല താല്പര്യമുണ്ട്, ഇവനൊരു പാട്ടുകാരനാവും എന്ന്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നോക്കാം. ഈ പാട്ടുകാരനാവുക എന്നുള്ളതിന് ടു ബിക്കം എ സിംഗർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ബിക്കം എന്ന് പറയാം, ആവുക എന്നുള്ളതിന്. അപ്പൊ അത് ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ജിം വിൽ ബിക്കം എ സിംഗർ വൺ ഡേ. ഒരു നാൾ സിംഗർ ആവും. ജിം വിൽ ബിക്കം എ സിംഗർ വൺ ഡേ. അല്ലെങ്കിൽ എനിക്ക് പറയാം ജിം വിൽ ബി എ സിംഗർ വൺ ഡേ. അപ്പോൾ ബിക്കം എന്നുള്ള അർത്ഥത്തിൽ തന്നെ എനിക്ക് ബി എന്നും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കണ്ടോ, ഒരേ കാര്യം എങ്ങനെയാണ് ഞാൻ വിൽ ബിക്കം എന്നും വിൽ ബി എന്നും പറഞ്ഞതെന്ന്. അപ്പൊ ഈ വിൽ ബി കാണുമ്പോൾ നിങ്ങൾ ഇനി യാതൊരു തരത്തിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ വിൽ ബി എന്ന് വരാറുണ്ട്. അപ്പൊ നമുക്ക് പറയണം, അവൾക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ അവൾക്ക് ദേഷ്യമാകും. അവിടെ ഷീ വിൽ ബി ആംഗ്രി. അയാൾക്ക് സന്തോഷാവും, ഹി വിൽ ബി ഹാപ്പി. അവര് ക്ഷീണിതരാവും, അവർക്ക് ക്ഷീണമാകും, ദേ വിൽ ബി ടയർഡ്. അപ്പൊ ഈ കണ്ട സെന്റൻസസിലെല്ലാം നമ്മൾ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഒരു വിൽ കഴിഞ്ഞ് ബി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു അവസ്ഥയെക്കുറിച്ചാണ് അല്ലെ, ഒരു ആഡ്ജക്റ്റീവ് ആണ് അത് കഴിഞ്ഞ് വന്നത്. ഷീ വിൽ ബി ആംഗ്രി, ആഡ്ജക്റ്റീവ് ആണ്. പിന്നെ ഹി വിൽ ബി ഹാപ്പി, ഹാപ്പി എന്ന് പറയുന്ന ഒരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ വിൽ ബി എന്ന് വന്നത്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ, ഞാൻ പിന്നീട് പോകാം, ഞാൻ പിന്നീട് പോകും. അപ്പൊ അവിടെ ഐ വിൽ ഗോ ലേറ്റർ എന്ന് പറയും. അവിടെ വിൽ കഴിഞ്ഞ് ഗോ വന്നു, ഐ വിൽ ഗോ ലേറ്റർ. ഞാൻ നാളെ ജോയിൻ ചെയ്യാം, ഐ വിൽ ജോയിൻ ടുമോറോ. അങ്ങനെ പറയില്ലേ? അതുപോലെ തന്നെയാണ് വിൽ കഴിഞ്ഞ് ബി വരുന്നത്. ചിലപ്പോ ഞാൻ ടയർഡ് ആവും, ഐ വിൽ ബി ടയർഡ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചിലപ്പോ എങ്ങനെയാണ് ഈ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ തന്നെ വിൽ കഴിഞ്ഞ് ബി വരുന്നതെന്ന്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഇന്ന് രാത്രി മഴ പെയ്യുമെന്ന് തോന്നുന്നു. ആർക്ക് തോന്നുന്നു? ഈ പറയുന്ന എനിക്കാണ് ഈ തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് അത്ര ഉറപ്പില്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണല്ലോ തോന്നുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെയും നമുക്ക് വിൽ ചേർത്ത് തന്നെ സെന്റൻസ് പറയാം. പക്ഷെ അതെങ്ങനെ തുടങ്ങുന്നതെന്ന് അറിയാമോ? ഐ തിങ്ക് എന്ന് പറയണം. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. അപ്പൊ മുൻപ് ഞാൻ പറഞ്ഞില്ലേ ഇറ്റ് വിൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചേർത്ത് പറയാമെന്ന്. അപ്പോൾ ഇറ്റിൽ എന്നാണ് പറയുക, ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മാനത്തേക്ക് നോക്കുമ്പോൾ നല്ല കാർമേഘം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സൂചനയുണ്ടല്ലേ, കാർമേഘം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ പലപ്പോഴും വില്ലിന് പകരം ഗോയിങ് ടു യൂസ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് പറയുന്നറിയാമോ? ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ ടുനൈറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുനൈറ്റ്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ അവിടെ അതിൻ്റെ ഒരു സൂചന കണ്ടു, കാർമേഘമൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഇറ്റ് വിൽ റെയിൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ നമ്മൾ യൂസ് ചെയ്യുക ഗോയിങ് ടു ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ഈ വിൽ അതുപോലെ ഗോയിങ് ടു എപ്പോഴൊക്കെയാണത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനത് ഇവിടെ കാണിച്ചേക്കാം, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ഇനി ഈ സെന്റൻസ്, രവിക്ക് ഈ ഫിലിം തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് നമ്മളിങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുകയാണ് അല്ലേ. അത് നമ്മളെങ്ങനെ പറയും? രവി വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ് മൂവി. അപ്പൊ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞത് രവി ഡെഫിനറ്റ്ലി വിൽ ലൈക്ക് ദിസ് മൂവി എന്നല്ല, രവി വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ് മൂവി. ആ ഡെഫിനറ്റ്ലി എന്നുള്ളത് ഞാൻ ആ വിൽ ലൈക്കിന്റെ നടുക്കാണ് വെച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എത്രമാത്രം അത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന വാക്കാണ് ഈ ഡെഫിനറ്റ്ലി അല്ലെ. അത് ആ വിൽ ലൈക്ക് എന്നുള്ളതിന്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത്. പക്ഷെ ചിലപ്പോൾ അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, അതായത് സാധ്യത മാത്രമുള്ളൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് വിൽ യൂസ് ചെയ്ത് പറയാം. ഇപ്പൊ എനിക്ക് പറയണം, ഒരു പക്ഷേ ജോൺ തന്റെ കാറ് വിറ്റേക്കാം എന്ന്. ഒരു പക്ഷേ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ സാധ്യതയേ ഉള്ളൂ, എങ്കിലും നമുക്ക് വിൽ യൂസ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് പറയാം മേ ബി ജോൺ വിൽ സെൽ ഹിസ് കാർ. മേ ബി എന്ന് ആഡ് ചെയ്തപ്പോൾ അതൊരു സാധ്യതയായി മാറി. മേ ബി ജോൺ വിൽ സെൽ ഹിസ് കാർ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഐ തിങ്ക് ജോൺ വിൽ സെൽ ഹിസ് കാർ. അങ്ങനെ ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് ഉറപ്പുണ്ടെന്നല്ല അവിടെ പറയുന്നത് അല്ലെ, അവിടെ ഒരു സാധ്യതയാണ്. ഐ തിങ്ക് ജോൺ വിൽ സെൽ ഹിസ് കാർ. അപ്പൊ ഇങ്ങനെ പറയണമെങ്കിലോ, അവള് പരീക്ഷ പാസ്സാകും. ഷി വിൽ പാസ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി അല്ലെ. അതിന്റെ കൂടെ
അവൾ പരീക്ഷ പാസ്സാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഐ തിങ്ക് ഷീ വിൽ പാസ് ദ ടെസ്റ്റ് എന്ന് പറയും. ഇനി അവൾ പരീക്ഷ പാസ്സാകില്ല എന്നെങ്ങനെ പറയും? നെഗറ്റീവ് ആക്കാൻ വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ നമുക്കറിയാം വിൽ നോട്ട് എന്നുള്ളതിന് നമ്മൾ വോണ്ട് എന്ന് പറയും അല്ലെ. അപ്പോൾ ഷീ വോണ്ട് പാസ് ദ ടെസ്റ്റ് എന്ന് പറയും. നെഗറ്റീവായി, അവൾ പരീക്ഷ പാസ്സാവില്ല. ഇനി അവൾ പരീക്ഷ പാസ്സാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നെങ്ങനെ പറയും? അവിടെ നമുക്ക് ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ പാസ് ദ ടെസ്റ്റ് എന്ന് പറയാം. ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്ന്. ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ പാസ് ദ ടെസ്റ്റ്. അപ്പൊ ചിലര് ഒരു പക്ഷെ ചിന്തിച്ചേക്കാം ഐ തിങ്ക് ഷീ വോണ്ട് പാസ് ദ ടെസ്റ്റ് എന്നും പറഞ്ഞുകൂടെ? അങ്ങനെ പറയാം, ഗ്രമാറ്റിക്കലി അതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കാണുക ആദ്യം പറഞ്ഞ രീതിയാണ്. ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ പാസ് ദ ടെസ്റ്റ്. ഇനി ഞാനൊരു വീട് വാടകയ്ക്ക് നോക്കുകയാണ്. അപ്പം ഞാനിത് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ് അവൾ അവളുടെ വീട് എനിക്ക് വാടകയ്ക്ക് തരുമെന്ന്. ഇതാണ് എനിക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വാടകയ്ക്ക് തരിക എന്നുള്ളതിന് ടു റെന്റ് സംതിങ് ടു മീ എന്ന് പറയാം, അല്ലെങ്കിൽ ടു റെന്റ് മീ സംതിങ് എന്നും പറയാം. അപ്പോൾ ഇവിടെ ഈ സെന്റൻസ് എനിക്ക് ഇംഗ്ലീഷിൽ തുടങ്ങേണ്ടത് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം എങ്ങനെ തുടങ്ങുക? ഐ എം ഷുവർ ഷീൽ റെന്റ് മീ ഹെർ ഹൗസ്. ഐ എം ഷുവർ ഷീൽ റെന്റ് മീ ഹെർ ഹൗസ്. ഷീ വിൽ ആണ് നമ്മളിവിടെ ഷീൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഐ എം ഷുവർ ഷീൽ റെന്റ് മീ ഹെർ ഹൗസ്. അപ്പം ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഈ വിൽ യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിൽ നടക്കും എന്നുള്ളതിനെ പറ്റി പറയാം. ചില കാര്യങ്ങൾ സംശയമുള്ളതോ അല്ലെങ്കിൽ ഉറപ്പുള്ളതോ ആയ കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇങ്ങനെ ഒരു കാര്യം നടക്കും എന്ന് മുൻകൂട്ടി പറയാൻ നമുക്ക് വിൽ യൂസ് ചെയ്യാം അല്ലെ. അത് മാത്രമല്ല, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു താക്കീത് പോലെ പറയില്ലേ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്ന് പറയില്ലേ, അതിനും നമുക്ക് വിൽ തന്നെ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒരു നായയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, അതിനിങ്ങനെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുക? ആ നായയെ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ, അത് നിങ്ങളെ കടിക്കും എന്ന് പറയും അല്ലേ. അവിടെ എന്ത് പറയും? ഡോണ്ട് ടീസ് ദാറ്റ് ഡോഗ് ലൈക്ക് ദാറ്റ്, ഇറ്റ് വിൽ ബൈറ്റ് യു. ഇറ്റ് വിൽ ബൈറ്റ് യു. അത് നിങ്ങളെ കടിക്കും. ഇറ്റ് വിൽ ബൈറ്റ് യു. അപ്പൊ ഇവിടെ നമ്മളൊരു വാർണിംഗ്, ഒരു താക്കീത് കൊടുക്കാനാണ് വിൽ യൂസ് ചെയ്ത് ഈ സെന്റൻസ് പറഞ്ഞത്. പിന്നെ ചിലപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുക? ഞാൻ എന്നാൽ ഇത് കഴിക്കാം എന്ന് പറയും അല്ലേ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നൊന്നും ആയിരിക്കില്ല. അപ്പം അവിടെ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ് ആ സാധനം ഓർഡർ ചെയ്യുമ്പോൾ അല്ലേ. അവിടെ നമ്മൾ വിൽ യൂസ് ചെയ്യും. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താ വേണ്ടേ, ഐസ്ക്രീം വേണോ അതോ പുഡിംഗ് വേണോ? അപ്പോൾ നമുക്ക് ഐസ്ക്രീം മതി, ഞാൻ ഐസ്ക്രീം എടുക്കാം എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് എൻ ഐസ്ക്രീം എന്ന് പറയും. ഐ വിൽ ഹാവ് എൻ ഐസ്ക്രീം. അപ്പൊ അവിടെ ഞാൻ ഐസ്ക്രീം കഴിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ഐസ്ക്രീം കഴിക്കാം, അതെടുക്കാം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇതേപോലെ സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് ആ ഒരു മൊമെന്റിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ഇല്ലേ, അതിനെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിൽ തന്നെയാണ് യൂസ് ചെയ്യുക. ഇപ്പം ആരെങ്കിലും നമ്മളോട് ഒരു തിരക്ക് പിടിച്ച സമയത്ത് എന്തെങ്കിലും പറയാൻ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം എന്ന് പറയും അല്ലേ. അത് അപ്പം നമ്മളെടുത്തൊരു ഡിസിഷനാണ്. നമ്മൾ എന്താ പറയുക? ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. അതായത് ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കും എന്ന് നമ്മളൊരു വലിയ തീരുമാനമൊന്നും പറയല്ല, അപ്പം നമ്മളെടുത്ത ഒരു ഡിസിഷനാണിത്. വിൽ വെച്ച് നമ്മൾ സെന്റൻസസ് പറയുന്ന വേറൊരു സിറ്റുവേഷൻ എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ഓഫർ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് ഞാൻ ചെയ്യാം എന്ന് പറയേണ്ടി വരുമ്പോൾ നമ്മൾ വിൽ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം എന്ന് എവിടെയെങ്കിലും പോകാനായിട്ടുള്ള വഴി അറിയാതെ നിൽക്കുന്ന ഒരാളോട് നമ്മൾ പറയില്ലേ, അവിടെ നമ്മൾ എന്ത് പറയും? ഐ വിൽ ഷോ യു ദ വേ. ഐ വിൽ ഷോ യു ദ വേ. അതപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഒരു കാര്യം നമ്മളൊരു ഹെൽപ്പ് അവിടെ ഓഫർ ചെയ്യുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നാളെ യാത്ര ചെയ്യേണ്ട ഒരാൾ, ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ പാക്കിംഗ്. ഈ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാനും കൂടെ നിന്നെ സഹായിക്കാം അല്ലേ. അത് നേരത്തെ നമ്മൾ തീരുമാനിച്ചൊന്നുമല്ല, അപ്പം നമ്മളൊരു കാര്യം ഞാനിങ്ങനെ ചെയ്തു തരാം എന്നൊരു ഹെൽപ്പ് ഓഫർ ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മളൊരു പ്രോമിസ് പോലെയൊക്കെ പറയില്ലേ, അതായത് ഞാനിങ്ങനെ ചെയ്തു കൊള്ളാം എന്നൊരു വാക്ക് കൊടുക്കുന്ന പോലെയൊക്കെ പറയില്ലേ, അവിടെയും നമുക്ക് വില്ലിൻ്റെ ആവശ്യം വരും. അപ്പൊ നമുക്ക് പറയണം, ഇത് ഞാൻ ഇനി ആവർത്തിക്കില്ല എന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഐ പ്രോമിസ് ഐ വിൽ നെവർ റിപ്പീറ്റ് ദിസ്. ഐ വിൽ നെവർ റിപ്പീറ്റ് ദിസ് എന്ന് വെച്ചാൽ ഐ വോണ്ട് റിപ്പീറ്റ് ദിസ് എന്നാണ് അർത്ഥം. അപ്പോൾ വിൽ നോട്ടിന് പകരമാണ് നമ്മൾ ഐ വിൽ നെവർ എന്ന് പറഞ്ഞത് കേട്ടോ. ഐ പ്രോമിസ് ഐ വിൽ നെവർ റിപ്പീറ്റ് ദിസ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറയും? നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും എന്ന് പറയില്ലേ. വിൽ ബി ദേ ഫോർ യു. വി വിൽ ബി ദേ ഫോർ യു. ഇവിടെയും വിൽ ബി പറഞ്ഞു.
ഉണ്ടാകും എന്ന് പറയാൻ വി വിൽ ബി ദേ ഫോർ യു. അവിടെ ഒരു പ്രോമിസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ വിൽ വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് പല ആവശ്യങ്ങൾക്കായിട്ടാണ്. അതിലൊന്ന്, ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെ പൊളൈറ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു കാര്യത്തിന് ക്ഷണിക്കുകയാണ്, അങ്ങനെ ഒരു ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ വിൽ വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം നമുക്കൊരാളോട് ചോദിക്കണം, ഊണിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമോ എന്ന്, നിങ്ങളും കൂടെ കൂടുമോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അവിടെ വിൽ യു ജോയിൻ അസ് ഫോർ ലഞ്ച് എന്ന് ചോദിക്കാം. വിൽ യു ജോയിൻ അസ് ഫോർ ലഞ്ച്. പക്ഷെ ചിലപ്പോൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാൻ, അതായത് റിക്വസ്റ്റ് ചെയ്യാനും നമുക്കിങ്ങനെ വിൽ വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ആദ്യം കണ്ടത് ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു, ഇനി നമ്മൾ കാണുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. അപ്പം നമുക്ക് ചോദിക്കണം, ആ വാതിലൊന്ന് അടയ്ക്കുമോ എന്നുള്ളതിന് വിൽ യു ക്ലോസ് ദ ഡോർ പ്ലീസ് എന്ന് ചോദിക്കാം. വിൽ യു ക്ലോസ് ദ ഡോർ പ്ലീസ്. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുകയല്ലേ, റിക്വസ്റ്റ് ചെയ്യല്ലേ, അവിടെയും ഈ വിൽ വെച്ചാണ് ചോദ്യം തുടങ്ങിയത്. പക്ഷെ ചിലപ്പോൾ ഒരാളോട് ഒരു കാര്യം ഇങ്ങനെ ചെയ്യൂ എന്ന ഒരു കമാൻഡ് പോലെ പറയുകയാണ്, പക്ഷെ ഒരു ചോദ്യത്തിന്റെ രൂപത്തിൽ, അവിടെയും നമുക്ക് വിൽ തന്നെ യൂസ് ചെയ്യാം, വില്ലിന്റെ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കാമോ എന്നുള്ളതിന് വിൽ യു ബി ക്വയറ്റ് പ്ലീസ് എന്ന് ചോദിക്കാം. ഒന്ന് മിണ്ടാതിരിക്കുമോ എന്ന് വിൽ യു ബി ക്വയറ്റ് പ്ലീസ് എന്ന് ചോദിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കാര്യം ആവശ്യപ്പെടുകയോ ഒന്നുമല്ല, മിണ്ടാതിരിക്കൂ എന്നാണ് അർത്ഥമാക്കുന്നത്. അവിടെയും വിൽ വെച്ചൊരു ചോദ്യം പോലെയാണ് ആ കാര്യം നമ്മൾ അവതരിപ്പിച്ചത്. വില്ലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ കണ്ടീഷണൽ സെന്റൻസസ്, ഇഫ് കണ്ടീഷണൽ എന്ന് പറയില്ലേ, അതിൽ ഒരു ടൈപ്പ്, അതായത് ടൈപ്പ് 1 ഇഫ് കണ്ടീഷണലിൽ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുക. അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയില്ലേ, അവിടെ നമുക്ക് വില്ലിന്റെ ആവശ്യം വരും. അപ്പൊ ഞാൻ പറയാണ്, നീ ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ, സെലക്റ്റഡ് ആയാൽ ഞാനൊരു പാർട്ടി തരും. ഇഫ് യു ഗെറ്റ് സെലക്റ്റഡ് ഐ വിൽ ത്രോ എ പാർട്ടി. മനസ്സിലായോ? ഇഫ് യു ഗെറ്റ് സെലക്റ്റഡ് ഐ വിൽ ത്രോ എ പാർട്ടി, ഞാനൊരു പാർട്ടി തരും എന്നാണ് പറയുന്നത്. ഇനി ഇത് നോക്കൂ, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പിസ്സ കഴിക്കുകയാണ്. ഞാൻ പറയാണ്, ആ പിസ്സയുടെ ലാസ്റ്റ് സ്ലൈസ് ഞാൻ എടുത്താൽ അവന് ദേഷ്യം കയറും. അപ്പം എന്ത് പറയും? ഹി വിൽ ഗെറ്റ് മാഡ് if I eat the last slice of pizza. He will get mad if I eat the last slice of pizza. അപ്പോൾ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ടെൻസിൽ തന്നെ ചിലപ്പോൾ നമുക്ക് വിൽ ബി വരാറുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ എനിക്ക് പറയണം, അയാൾ AC ഫിക്സ് ചെയ്യും. ഹി വിൽ ഫിക്സ് ദി AC. അവള് ഒരു പാട്ട് പാടും. ഷി വിൽ സിങ് എ സോങ്. അപ്പോൾ ഇവിടെ വിൽ ഫിക്സ്, വിൽ സിങ് എന്ന് വന്നു. പക്ഷെ ചിലപ്പോൾ വിൽ ബി വരുന്ന നമ്മൾ കണ്ടില്ലേ. എപ്പോഴങ്ങനെ വരുന്നേ? അവന് നിന്നോട് ദേഷ്യം വരും. ഹി വിൽ ബി മാഡ് അറ്റ് യു. ഹി വിൽ ബി മാഡ് അറ്റ് യു. ഇവിടെ മാഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഭ്രാന്ത് എന്നല്ല കേട്ടോ, ദേഷ്യം വരും എന്നാണ് അർത്ഥം. ഹി വിൽ ബി മാഡ് അറ്റ് യു. അവൾക്ക് സന്തോഷമാകും. ഷി വിൽ ബി ഹാപ്പി. കണ്ടോ? അപ്പൊ അവസാനത്തെ 2 സെന്റൻസസിലും നമ്മളൊരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അവിടെ വിൽ ബി മാഡ്, വിൽ ബി ഹാപ്പി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഈ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിന്റെ തന്നെ ടൈപ്പ് വരുന്ന സെന്റൻസസ് ആണ്. ഞാൻ ഈ വിൽ ബി വരുന്ന സെന്റൻസസിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, വേറൊരു രീതിയിലും വിൽ ബി ഉള്ള സെന്റൻസസ് വരാറുണ്ട്. അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് പറയണം, പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യും. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. അയാളെ, അതുകൊണ്ടാണ് ഹിം വന്നത് കേട്ടോ. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ഒരു ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ വരുന്ന സെന്റൻസ് അല്ലേ. പോലീസ് അറസ്റ്റ് ചെയ്യും. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. പക്ഷെ ഇതേ കാര്യം എനിക്കിനി പാസീവ് വോയിസിലാക്കണം. എന്താണ് പാസീവ് വോയിസ്? എനിക്ക് ഇങ്ങനെ പറയണം, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. അതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കണ്ടത് ആക്റ്റീവ് വോയിസ് ആയിരുന്നു. അത് പാസീവ് ആക്കേണ്ടി വരുമ്പോൾ എനിക്ക് വിൽ ബി യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ പറയും, ഹി വിൽ ബി അറസ്റ്റഡ്. മനസ്സിലായോ? ദ പോലീസ് വിൽ അറസ്റ്റ്, പക്ഷെ ഹി വിൽ ബി അറസ്റ്റഡ്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇത് നമ്മൾ മുൻപ് കണ്ട ഈ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിന്റെ തന്നെ പാസീവ് ഫോമാണ്. ആ പാസീവ് ഫോമില് നമുക്ക് വിൽ ബിയുടെ ആവശ്യം വരും. ഇതാ ഇപ്പൊ കണ്ടതുപോലെ ഞാൻ ഇനിയും കാണിക്കാം എക്സാമ്പിൾ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ടീച്ചർ അവളെ ശിക്ഷിക്കും. ദ ടീച്ചർ വിൽ പണിഷ് ഹർ. ഇത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് അല്ലേ. ടീച്ചർ അവളെ ശിക്ഷിക്കും. ദ ടീച്ചർ വിൽ പണിഷ് ഹർ. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് അവൾ ശിക്ഷിക്കപ്പെടും. അവൾ പണിഷ്ഡ് ആകും എന്നാണ്. അപ്പൊ ഞാൻ എന്ത് പറയും? ഷീ വിൽ ബി പണിഷ്ഡ്.
കണ്ടോ? ഷീ വിൽ ബി പണിഷ്ഡ്. ആരാലാണ് പണിഷ്ഡ് ആവുക? ബൈ ദ ടീച്ചർ. അതിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അപ്പൊ ഷീ വിൽ ബി പണിഷ്ഡ്. ഇവിടെയും വിൽ ബിയുടെ ആവശ്യം വന്നു. അപ്പൊ ഇതും ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, പക്ഷെ അത് പാസീവ് ഫോമിൽ വന്നു. ഇനി ഞാൻ കാണിക്കാൻ ഒന്ന് രണ്ടെണ്ണം കൂടെ. എനിക്ക് പറയണം കോൺട്രാക്ട് സൈൻ ചെയ്യപ്പെടും. ദ കോൺട്രാക്ട് വിൽ ബി സൈൻഡ്. ദ കോൺട്രാക്ട് വിൽ ബി സൈൻഡ്. ഇനി മറ്റൊന്ന്, ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ഫലം ഇന്ന് പ്രഖ്യാപിക്കപ്പെടും, അല്ലെങ്കിൽ ഇന്ന് ഫലം പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറയില്ലേ? പ്രസിദ്ധീകരിക്കപ്പെടും എന്നാണ് എനിക്ക് പറയേണ്ടത്. ദ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ്. ദ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ്. അപ്പൊ ആരോ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, പക്ഷെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടും. അതാണ് ഇവിടെ ഈ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ ചിലപ്പോൾ വിൽ ബി വരാറുണ്ട്. അതിന്റെ പാസീവ് ഫോമിലും ഇപ്പൊ നമ്മൾ കണ്ട 3-4 സെന്റൻസസിൽ കണ്ടതുപോലെ വിൽ ബി വരാറുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ സംശയമുണ്ടോ? എങ്കിലും ഞാൻ എന്താ 1-2 എക്സാമ്പിൾസ് കാണിക്കാം. പേരൻസ് ഹാപ്പി ആവും. ദ പേരൻസ് വിൽ ബി ഹാപ്പി. ദ പേരൻസ് വിൽ ബി ഹാപ്പി. ഇതൊരു ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ വരുന്ന സെന്റൻസ് അല്ലേ? കാരണം വിൽ ബി കഴിഞ്ഞ് വന്നത് എന്താന്ന് നോക്കൂ, ഹാപ്പി. അതൊരു ആഡ്ജക്റ്റീവ് ആണ്, ഒരവസ്ഥയെ കാണിക്കുകയാണ് അല്ലേ? അവർ ഹാപ്പി ആകും. പക്ഷെ അടുത്തത് നോക്കൂ, പേരൻസ് ഇൻവൈറ്റ് ചെയ്യപ്പെടും. ഏതോ ഒരു ഫംഗ്ഷനിലേക്ക് അവരെ ക്ഷണിക്കും, അതായത് അവർ ക്ഷണിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഞാൻ എന്ത് പറയും? ദ പേരൻസ് വിൽ ബി ഇൻവൈറ്റഡ്. ഈ സെന്റൻസിൽ ദ പേരൻസ് വിൽ ബി കഴിഞ്ഞ് വന്നത് എന്താണ്? ഇൻവൈറ്റഡ് അല്ലെ? അവിടെ ഒരു വേർബാണ് വന്നിരിക്കുന്നത്. ദ പേരൻസ് വിൽ ബി ഇൻവൈറ്റഡ്. അപ്പൊ ഈ രണ്ടാമത് വന്ന സെന്റൻസ് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിന്റെ പാസീവ് ഫോം ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ടൈപ്പ് സെന്റൻസ് ആണതെന്ന്. ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണോ പാസീവ് ഫോം ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഏതായാലും ഈ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിലാണ് നമ്മളിങ്ങനെ വിൽ ബിയുടെ ആവശ്യം കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് കണ്ടല്ലോ. ഇനി ഫ്യൂച്ചർ ടെൻസിൽ തന്നെ അടുത്ത തരം സെന്റൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നാളെ 10 മണിക്ക് ശേഷം എന്നെ ഫോൺ ചെയ്യല്ലേ കേട്ടോ, എന്നെ വിളിക്കല്ലേ, ഞാൻ അപ്പോ പഠിപ്പിക്കുകയായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഇപ്പോഴത്തെ കാര്യമല്ല ഞാനിപ്പോ പറഞ്ഞത്. നാളെ 10 മണിക്ക് ശേഷം എന്നെ വിളിക്കല്ലേ, ആ സമയത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന്. അതായത് ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കാര്യം നമ്മളിങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും ആ ഒരു പ്രവൃത്തി എന്ന് പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സെന്റൻസ് ഞാൻ എങ്ങനെ പറയും? ഡോണ്ട് കോൾ മീ ആഫ്റ്റർ 10, ഐ വിൽ ബി ടീച്ചിങ്. ഐ വിൽ ബി ടീച്ചിങ്. ഇവിടെയും വന്നു ഒരു വിൽ ബി, പക്ഷെ ഇവിടെ പ്രശ്നമില്ല. വിൽ ബി കഴിഞ്ഞ് വേർബിന്റെ ING ഫോം വന്നിട്ടുണ്ടാവണം. ഞാൻ പഠിപ്പിക്കുകയായിരിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വിൽ ബി ടീച്ചിങ്. കരയുകയായിരിക്കും എന്ന് പറയണമെങ്കിലോ വിൽ ബി ക്രൈയിങ്. കഴിക്കുകയായിരിക്കും വിൽ ബി ഈറ്റിംഗ്. ഉറങ്ങുകയായിരിക്കും വിൽ ബി സ്ലീപ്പിംഗ്. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അപ്പൊ ഭാവിയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും എന്ന് പറയാനാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇനി ഇതൊന്ന് നോക്കൂ. ജീന നാളെ പാർട്ടിക്ക് വരില്ല, കാരണം അവള് പഠിക്കുകയായിരിക്കും. അപ്പൊ ജീന നാളെ പാർട്ടിക്ക് വരില്ല എന്നിങ്ങനെ പറയും. മുൻപ് നമ്മൾ കണ്ടില്ലേ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്, അത് യൂസ് ചെയ്താൽ മതി. ജീന വോണ്ട് കം ടു ദ പാർട്ടി. എന്താ കാര്യം? ഷീ വിൽ ബി സ്റ്റഡിയിങ്. പഠിക്കുകയായിരിക്കും, ഷീ വിൽ ബി സ്റ്റഡിയിങ്. അപ്പൊ മനസ്സിലായോ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. അയാൾ തിങ്കളാഴ്ച ജോലി ചെയ്യുകയായിരിക്കും. ഹി വിൽ ബി വർക്കിംഗ് ഓൺ മൺഡേ. അപ്പൊ ഈ ഹി വിൽ ബി എന്നുള്ളതിന് പകരം ഹീൽ ബി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹിൽ ബി വർക്കിംഗ് ഓൺ മൺഡേ. അയാൾ ജോലി ചെയ്യുകയായിരിക്കില്ല എന്ന് എങ്ങനെ പറയും? ഹി വോണ്ട് ബി വർക്കിംഗ് ഓൺ മൺഡേ. മനസ്സിലായോ? വിൽ ബി വർക്കിംഗ് അതിന്റെ നെഗറ്റീവ് ആണ് വോണ്ട് ബി വർക്കിംഗ്. ഹി വോണ്ട് ബി വർക്കിംഗ് ഓൺ മൺഡേ. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ വിൽ ബി യൂസ് ചെയ്തു എന്ന്. അപ്പൊ മുൻപ് നമ്മൾ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിലും വിൽ ബി യൂസ് ചെയ്തിരുന്നു. ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയോ? അങ്ങനെ ആയെങ്കിൽ ആ കൺഫ്യൂഷൻ ഇപ്പൊ തന്നെ മാറാൻ ഞാൻ എന്താ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അവള് നാളെ ബിസി ആയിരിക്കും. എന്ത് പറയും? ഷീ വിൽ ബി ബിസി ടുമോറോ. നാളെ ബിസി ആയിരിക്കും. ഷീ വിൽ ബി ബിസി ടുമോറോ. അപ്പൊ അവിടെ ബിസി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ചല്ലേ പറഞ്ഞത്? അത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്. പക്ഷെ ഇനി ഞാൻ പറയുന്നത്
അവള് നാളെ ജോലി ചെയ്യുകയായിരിക്കും. അവിടെ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാണ് അല്ലെ, അവിടെ കണ്ടിന്യൂസ് ടെൻസ് വരണം. ഷീ വിൽ ബി വർക്കിംഗ് ടുമോറോ. ഷീ വിൽ ബി വർക്കിംഗ്, അവിടെ ആ വേർബിന്റെ കൂടെ ing ഫോം വന്നു. ഷീ വിൽ ബി വർക്കിംഗ് ടുമോറോ. ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ ing വരില്ല, പക്ഷെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ing ഫോം വരണം വേർബിന്റെ, വിൽ ബി കഴിഞ്ഞിട്ട്. അടുത്ത ആഴ്ച അവർ ഫ്രാൻസിലേക്ക് പറക്കുകയായിരിക്കും. They'll be flying to France next week. They'll be flying to France next week. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പറയാറുണ്ട്. അടുത്ത ആഴ്ച ഈ സമയത്ത് അവർ ഫ്രാൻസിലേക്ക് പറക്കുകയായിരിക്കും. അതെങ്ങനെ പറയും? This time next week they'll be flying to France. ഇങ്ങനെയും പറയാമെന്ന്. This time next week they'll be flying to France. അവൻ രാത്രി മുഴുവനും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. He'll be playing games all night. രാത്രി മുഴുവൻ, അതാണ് all night എന്ന് പറഞ്ഞത്. He'll be playing games all night. നാളെ ഒരു അവധി ദിവസമാണ്, അപ്പോൾ ഉച്ച വരെ ഞാൻ ഉറങ്ങുമായിരിക്കും. I'll be sleeping until noon. I'll be sleeping until noon. ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാ നമ്മൾ പറയുക? I won't be sleeping until noon എന്ന് പറഞ്ഞ പോരെ? I will not be, അതാണ് I won't be. I won't be sleeping until noon. നമ്മൾ വീട്ടിലെത്തുമ്പോൾ കുട്ടികൾ ഉറങ്ങുകയായിരിക്കും. എന്ത് പറയും? The kids will be sleeping when we get home, അല്ലെങ്കിൽ when we reach home. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ സബ്ജക്റ്റ് the kids ആണ്. മുൻപ് നമ്മൾ കണ്ടില്ലേ പ്രൊനൗൺസ് ഐ, ഹി, ഷീ, ദേ ഒക്കെ വരുന്നത്. അതൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഷോർട്ടൻ ചെയ്ത് ഐൽ, ഹീൽ അങ്ങനെയൊക്കെ പറയായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ കിഡ്സിന്റെ കൂടെ നമുക്ക് അങ്ങനെ ഷോർട്ടൻ ചെയ്ത് അപ്പോസ്ട്രഫി ഡബിൾ എൽ ഇടാൻ പറ്റില്ല. അപ്പൊ ദ കിഡ്സിൽ എന്ന് പറയാൻ പറ്റില്ല, ദ കിഡ്സ് വിൽ എന്ന് തന്നെ പറയണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇതിന് മുൻപത്തെ എക്സാമ്പിൾസിൽ അത് പറയാൻ മറന്നുപോയി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്യുന്നതെന്ന്. ഇനി നമ്മൾ അടുത്ത തരം കാണാൻ പോവാ കേട്ടോ, ഫ്യൂച്ചർ ടെൻസിൽ തന്നെ. ഇപ്പൊ എനിക്ക് പറയണം ഞാനത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താ പറയാ? ഐ വിൽ ഹാവ് ഡൺ. അയാൾ അത് ചെയ്തിട്ടുണ്ടാവും. അവിടെയും ഹി വിൽ ഹാവ് ഡൺ. അവരത് ചെയ്തിട്ടുണ്ടാവും. ദേ വിൽ ഹാവ് ഡൺ. അവിടെ എന്താന്ന് മനസ്സിലായോ വന്നത്? ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ദേ ആണെങ്കിലും എല്ലാം ആ സബ്ജക്റ്റ് കഴിഞ്ഞു വരുന്നത് ഒരേ കാര്യമാണ്, വിൽ ഹാവ്. പിന്നെ വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വന്നത് ഡൺ എന്നത്. അപ്പോൾ ഈ ഒരു ടെൻസിന്, ഈ ഒരു തരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ്. മനസ്സിലായോ? ഫ്യൂച്ചർ പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ആണ് ഇതിന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ പറയണം ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഈറ്റൻ. അതെങ്ങനെയാണത് വന്നതെന്ന് മനസ്സിലായോ? ആദ്യം ഐ എന്ന് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞ് വിൽ വരണം, അത് കഴിഞ്ഞ് ഹാവ് വരണം, അത് കഴിഞ്ഞ് വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വന്നത്. കഴിക്കുക എന്നല്ലേ പറഞ്ഞത്? ഈറ്റ് അല്ലേ? അപ്പൊ കഴിച്ചിട്ടുണ്ടാകും എന്ന് പറയാൻ ആ ഈറ്റ് എന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോമായ ഈറ്റൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് ഐ വിൽ ഹാവ് ഈറ്റൻ എന്ന് കിട്ടിയത്. ഇനി എനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, ഞാനപ്പോ പോയിട്ടുണ്ടാവും. അപ്പൊ ലീവാണ് അവിടുത്തെ വേർബ്, പോവുക, അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പുറപ്പെടുക, ആ അർത്ഥത്തിലാണ് ലീവ് എന്ന് പറഞ്ഞത്. അതിന്റെ മൂന്നാമത്തെ ഫോമാണ് ലെഫ്റ്റ്. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ് ആണ് മൂന്നാമത്തെ ഫോം. അപ്പോൾ ഐ വിൽ ഹാവ് ലെഫ്റ്റ്. ഇനി ഞാൻ എഴുതിയിട്ടുണ്ടാവും. റൈറ്റ് ആണ് വേർബ്, എഴുതുക. അതിന്റെ മൂന്നാമത്തെ ഫോം റിട്ടൺ ആണ്. അപ്പോൾ ഐ വിൽ ഹാവ് റിട്ടൺ. അപ്പൊ മനസ്സിലായല്ലോ, ഈ ഒരു ടെൻസിന്റെ പേര് ഫ്യൂച്ചർ പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് എന്നാണ്. അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഫ്യൂച്ചറിൽ ഇങ്ങനൊരു കാര്യം അപ്പൊ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയാനാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പറയണം അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും എൻ്റെ പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ എക്സാംസ് ബൈ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ എക്സാംസ് ബൈ നെക്സ്റ്റ് വീക്ക്. ഇനി അടുത്തത് നോക്കൂട്ടോ. നമ്മളവിടെ എത്തുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങാൻ പോയിട്ടുണ്ടാകും. അപ്പോൾ ഉറങ്ങാൻ പോവുക എന്നുള്ളതിന് ടു ഗോ ടു ബെഡ് എന്ന് പറയാം. അതിന്റെ മൂന്നാമത്തെ ഫോമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഗോവിന്റെ മൂന്നാമത്തെ ഫോം ഗോ, വെന്റ്, ഗോൺ, അതാണ് വരേണ്ടത്. ദ കിഡ്സ് വിൽ ഹാവ് ഗോൺ ടു ബെഡ് ബൈ ദ ടൈം വി അറൈവ്. നമ്മൾ എത്തുമ്പോഴേക്കും ബൈ ദ ടൈം വി അറൈവ്. ദ കിഡ്സ് വിൽ ഹാവ് ഗോൺ ടു ബെഡ് ബൈ ദ ടൈം വി അറൈവ്.
നാളെ രാവിലെ ആവുമ്പോഴേക്ക് അവൾ എത്തിയിട്ടുണ്ടാവും. ഷീ വിൽ ഹാവ് അറൈവ്ഡ് ബൈ ടുമോറോ മോർണിംഗ്. ഷീ വിൽ ഹാവ് അറൈവ്ഡ് ബൈ ടുമോറോ മോർണിംഗ്. അപ്പൊ അവള് എത്തിയിട്ടുണ്ടാവില്ല എന്ന് എങ്ങനെ പറയും? ഇത് നെഗറ്റീവ് എങ്ങനെയാ പറയാ? ഷീ വോണ്ട് ഹാവ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ പോരെ? ഷീ വോണ്ട് ഹാവ് അറൈവ്ഡ് ബൈ ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ ആവുമ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ടാവില്ല എന്ന് പറയണം. ഇനി ഇത് നോക്കൂട്ടോ, 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ജെയിൻ ഗ്രാജുവേറ്റഡ് ആയിട്ടുണ്ടാവും, അതായത് ജെയിൻ ബിരുദം നേടിയിട്ടുണ്ടാവും എന്ന്. അപ്പൊ അതെങ്ങനെ പറയും? ഇൻ 2 years ടൈം ജെയിൻ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്. ആ 2 years എഴുതിയത് എങ്ങനെയാണെന്ന് കണ്ടോ? ഇയേഴ്സ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി ഇട്ടാൽ മതി. ഇയേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അപ്പോസ്ട്രഫി, എസ് വേണ്ട കേട്ടോ. ഇൻ 2 years ടൈം ജെയിൻ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്. വിൽ ഹാവ് പിന്നെ വേർബിന്റെ 3ാമത്തെ ഫോം. അങ്ങനെയാണ് നമുക്ക് വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് എന്ന് കിട്ടിയത്. ഇനി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയാണ്, അപ്പോഴേക്കും ജോൺ റിട്ടയർഡ് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും, അതായത് ആ സമയം ആവുമ്പോഴേക്കും ജോൺ റിട്ടയർഡ് ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. എന്ത് പറയും? ജോൺ വിൽ ഹാവ് റിട്ടയർഡ് ബൈ ദെൻ. അപ്പോഴേക്കും, അതാണ് ബൈ ദെൻ. ജോൺ വിൽ ഹാവ് റിട്ടയർഡ് ബൈ ദെൻ. അപ്പോഴേക്കും ജോൺ റിട്ടയർ ആയിട്ടുണ്ടാകുമോ എന്നെങ്ങനെ ചോദിക്കും? ക്വസ്റ്റ്യൻ ആക്കിയാൽ മതി ഇത്, അല്ലേ? അപ്പോൾ വിൽ ജോൺ ഹാവ് റിട്ടയർഡ് ബൈ ദെൻ എന്ന് ചോദിക്കാം. വിൽ ജോൺ ഹാവ് റിട്ടയർഡ് ബൈ ദെൻ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അടുത്ത മാസം ആവുമ്പോഴേക്കും അവർ വിവാഹിതരായിട്ട് 40 വർഷമായിട്ടുണ്ടാകും. അതെങ്ങനെ പറയും? They will have been married for 40 years by next month. കണ്ടോ? They will have been married for 40 years by next month. അടുത്ത മാസം ആകുമ്പോഴേക്കും, അതായത് ആ ഒരു പോയിന്റ് ഇൻ ടൈമിലത്തെ കാര്യമാണ് പറയുന്നത്, അല്ലേ? അപ്പൊ അവിടെ വിവാഹിതരായ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതായിട്ട് 40 വർഷം ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് they will have been married എന്ന് പറയുന്നത്. they will have married എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ബീൻ എന്നതാണ് വേർബിന്റെ 3ാമത്തെ ഫോം. ബി മാരീഡ്, വിവാഹിതരായിരിക്കുക. ആ ബിയുടെ 3ാമത്തെ ഫോമാണ് ബീൻ. അതുകൊണ്ടാണ് they will have been married എന്ന് പറയുന്നത്. ഇനി അടുത്ത വർഷം ആവുമ്പോഴേക്കും ഞാനൊരു കാറ് വാങ്ങാൻ ആവശ്യമായത്ര പണം സേവ് ചെയ്തിട്ടുണ്ടാവും. By next year I will have saved enough money to buy a car. By next year I will have saved enough money to buy a car. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാകും, അതെങ്ങനെ പറയും? I will have done എന്ന് പറയും, അല്ലേ? ഇത് നമുക്ക് കണ്ടിന്യൂസ് ഫോമിൽ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ എങ്ങനെ പറയും? അവിടെ നമുക്ക് I will have been doing എന്ന് പറയേണ്ടി വരും. ഇത്തിരി ബുദ്ധിമുട്ടാണോ? കുറച്ച് പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വ്യത്യാസം കണ്ടല്ലോ. നമ്മൾ ആദ്യം കണ്ടത്, നമ്മളിപ്പോൾ കണ്ട ഫ്യൂച്ചർ പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ഉണ്ടല്ലോ, അതാണ്. പക്ഷെ ഇപ്പം കണ്ടത് ഒരു കണ്ടിന്യൂസ് ഫോം ആണല്ലേ. അങ്ങനത്തെ കുറച്ച് സെന്റൻസസ് കൂടെ കാണാം, എന്നിട്ട് ഞാൻ അതിൻ്റെ പേര് പറയാം. ഇപ്പം എനിക്ക് പറയണം, അവൾ ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം എന്ത് പറയും? ഷീ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഷീ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഇനി ഞങ്ങൾ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വി വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ്. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു വേർബ്, ഈ ഒരു ടെൻസിന് നമ്മൾ പറയുന്ന പേര് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. മുൻപ് നമ്മൾ കണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ്, ING ഒന്നും ഇല്ലാത്തത്, ഹാവ് മാത്രമേ ഉള്ളൂ, അല്ലേ? ഹാവും വില്ലും ഹാവും ആണ് വന്നത്, പിന്നെ വേർബിന്റെ 3ാമത്തെ ഫോം. ഇവിടെ അങ്ങനെയല്ല. എന്തൊക്കെയാ വന്നേ നോക്കൂ? വിൽ, പിന്നെ ഹാവ്, പിന്നെ ബീൻ, അത് കഴിഞ്ഞ വേർബിന്റെ ING ഫോമും. അപ്പൊ ഇതിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് വെച്ച് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് 3 മണിയാണെന്നിരിക്കട്ടെ. അപ്പം ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇപ്പം തന്നെ പറയാണ്, വൈകുന്നേരം 6 മണിയാവുമ്പോഴേക്ക്, അതായത് 3 മണിക്കൂറൂടെ കഴിയുമ്പോൾ ഞാൻ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താണ് എൻ്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ഞാൻ ഇപ്പം തന്നെ ഫ്യൂച്ചറിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ആ ഒരു പോയിന്റ് ഇൻ ടൈമിൽ വൈകുന്നേരം 6 മണിയാവുമ്പോൾ ഒരു കാര്യം ഞാൻ അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഇത്ര നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നോട് എനിക്ക് പറയണം. ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഡ്യൂറേഷനെ കുറിച്ച് കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അവിടെയാണ് ഞാൻ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ പറയുക, ബൈ 6 o'clock
അതായത് 6 മണിയാവുമ്പോഴേക്കും ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡി, അതിൻ്റെ ING ഫോം സ്റ്റഡിയിങ്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. ഇനി ഞാൻ ജെയിംസ് എന്ന് പേരുള്ളൊരു അധ്യാപകനെ കുറിച്ച് പറയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ 30 കൊല്ലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും. എന്ത് പറയും? By the time James retires, he will have been teaching for 30 years. He will have been teaching for 30 years. എത്ര നാളായിട്ടുണ്ടാവും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? 30 വർഷം. He will have been teaching for 30 years. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് കഴിയുന്നതെന്നിരിക്കട്ടെ. അപ്പം ഞാൻ പറയാണ്, ഏപ്രിൽ ആവുമ്പോഴേക്കും അവൾ ഞങ്ങളുടെ കൂടെ കഴിയുന്നത് 1 വർഷമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവൾ 1 വർഷമായി ഞങ്ങളുടെ കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന്. അപ്പം അതെങ്ങനെ പറയും? ബൈ ഏപ്രിൽ അല്ലെങ്കിൽ ഇൻ ഏപ്രിൽ ഷീ വിൽ ഹാവ് ബീൻ ലിവിങ് വിത്ത് അസ് ഫോർ എ ഇയർ. 1 വർഷമായിട്ട്. ഷീ വിൽ ഹാവ് ബീൻ ലിവിങ് വിത്ത് അസ് ഫോർ എ ഇയർ. ഒരു കുറച്ച് കാലത്തേക്കൊക്കെയാണ് അങ്ങനെ കഴിയുന്നതെങ്കിൽ നമുക്ക് സ്റ്റേ എന്ന വാക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇത് 1 വർഷമായില്ലേ, അതുകൊണ്ടാണ് ലിവ് എന്ന് ഞാൻ പറഞ്ഞത്. ഷീ വിൽ ഹാവ് ബീൻ ലിവിങ് വിത്ത് അസ് ഫോർ എ ഇയർ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ക്ലിനിക്കിൽ പോയിട്ട് ഒരു ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എത്ര സമയം വെയിറ്റ് ചെയ്തിട്ടും ഡോക്ടർ വരുന്നില്ല. അപ്പം എന്തായിരിക്കും നമ്മൾ തമ്മിൽ പറയുന്നത്? ഡോക്ടർ വരുമ്പോഴേക്കും നമ്മളിവിടെ ഇങ്ങനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായിട്ടുണ്ടാവും എന്ന് പറയും അല്ലേ? അപ്പം അതെങ്ങനെ പറയും? വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ hours when the doctor arrives. We will have been waiting for hours when the doctor arrives. നിങ്ങൾ ഒരു ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷം ആവുന്നു എന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾ പറയാണ്, അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ ഈ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10 കൊല്ലം ആവും. അപ്പം എന്താ പറയുക? നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ദിസ് ബാങ്ക് ഫോർ 10 years. ബൈ നെക്സ്റ്റ് ഇയർ, അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ദിസ് ബാങ്ക് for 10 years. അങ്ങനെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും കണ്ടു. അപ്പോൾ പലതരത്തിലുള്ള വില്ലിൻ്റെ യൂസസ് നമ്മൾ കണ്ടില്ലേ? ആദ്യം ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്, പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ്, പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് കൂടാതെ ഈ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ തന്നെ പാസീവ് ഫോമിൽ എങ്ങനെയാണ് വില്ലിൻ്റെ കൂടെ ബി ചേർത്ത് വരുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അവർ വൈകും, അതായത് അവർ ലേറ്റ് ആകും. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അടുത്തത്, നാളെ രാവിലെ ഞാനൊരു മാച്ച് കാണുകയായിരിക്കും. TV കാണുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. നാളെ രാവിലെ ഞാൻ ഒരു മാച്ച് കാണുകയായിരിക്കും. കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്തത്, ഞങ്ങൾ അടുത്ത മാസം ഒരു കാറ് വാങ്ങിയിട്ടുണ്ടാകും. ഞങ്ങൾ അടുത്ത മാസം ഒരു കാർ വാങ്ങിയിട്ടുണ്ടാകും. ഇനി ഒരെണ്ണം കൂടെ, അവര് ഒരു നാൾ പിടിക്കപ്പെടും. അതായത് അവരൊരു ദിവസം പിടിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഈ പിടിക്കുക, പിടികൂടുക എന്നുള്ളതിന് ക്യാച്ച് എന്ന് പറയാം. അതിൻ്റെ 3ാമത്തെ ഫോം കോട്ടാണ്, CEUGHT. അതാണ് അതിൻ്റെ 3ാമത്തെ ഫോം കേട്ടോ. അപ്പോൾ ഇത് 4ഉം ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഉപകാരപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് എന്നെ അറിയിക്കേണ്ടത്. അപ്പോൾ അധികം താമസിയാതെ ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.